ആശാവർക്കർമാരുടെ കാര്യത്തിൽ നീതി നിഷേധമോ എന്ന ചോദ്യത്തിന് നീതി നിഷേധമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ ഈ വിഷയം ഇതിപ്പോൾ 2ാം തവണയാണ് എടുക്കുന്നത്. ഈ സമരം തുടങ്ങി 10ാം ദിവസവും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അന്ന് നമ്മൾ ഒരുമിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് തന്നെയാണ്. പക്ഷേ ഈ 13ാം ദിവസത്തിലെത്തുമ്പോഴും അതിന്മേലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ്. ദിവസം 300 രൂപയിൽ കുറവ് മാത്രം ശമ്പളം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസക്കൂലി ലഭിക്കുന്നവരോടാണ് സർക്കാർ ഈ മർക്കടമുഷ്ടി കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് നമുക്ക് ഡൽഹിക്ക് പോകാം സമരമിരിക്കാൻ, അവിടെ ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഡൽഹിക്ക് പോയി സമരം ചെയ്യേണ്ടവരാണ്, ഇവിടെ നിങ്ങൾ സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാട് എന്നുകൂടി നോക്കട്ടെ. CPM മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആശാ വർക്കർമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രാജ്യവ്യാപകമായ സമരം ചെയ്യാനുള്ള ആഹ്വാനം CITU നടത്തിയിട്ടുണ്ട്. അതിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ സിന്ധുവും CITUവിൻ്റെ പ്രസിഡന്റ് ഹേമലതയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പങ്കെടുത്ത CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തിട്ടുള്ള സമരമാണ്. അപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം അതിന്മേലുള്ള സമരം വേണ്ട, ആശാവർക്കർമാരുടെ അവർക്ക് എന്താ പറയുക അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കിട്ടണം എന്നുള്ള ഒരു സമരത്തിലേക്ക് കേരളത്തിൽ വരേണ്ട എന്ന നിലപാടാണോ CPM എടുക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അവരവിടെ ദേശവ്യാപകമായ സമരം നടത്തുമ്പോൾ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനം 26,000 രൂപ ആക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. ഇവരിവിടെ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്. അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം ആവശ്യപ്പെടുന്നു. അതാണ് ഇവിടെ 25,000 കൊടുക്കുന്നതിനുള്ള കണക്ക് വരുന്നത്. മാത്രമല്ല അവരുടെ ജോലിയുടെ സ്വഭാവമൊക്കെ നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഒരു കൃത്യമായ സ്വഭാവത്തിൽ അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിലുള്ള ഒരു ജോലി എന്ന രൂപത്തിൽ ചുരുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി വിവിധ സ്വഭാവത്തിലുള്ളതാണ്. ആദ്യം ആശുപത്രിയിലേക്ക് പോകണം, അവിടെയുള്ള അവിടെ വൃത്തിയാക്കൽ ശുചീകരണ പരിപാടികളടക്കം ചിലപ്പം ഒരുപക്ഷെ നടത്തേണ്ടി വരും. അതിനുശേഷം ഫീൽഡിലേക്ക് ഇറങ്ങണം. ഫീൽഡിലിറങ്ങി ഈ ഗർഭിണികളുടെ കണക്കെടുക്കുക, വയോധികരുടെ കണക്കെടുക്കുക, വയോധികർക്ക് ചികിത്സ കിട്ടാതെ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളവരെ കണക്കെടുക്കുക, അതിൽ തന്നെ 60 ചോദ്യങ്ങൾ ഫില്ല് ചെയ്ത് നൽകുക. ഈ ഗർഭിണികളുടെ കണക്കെടുക്കുമ്പോൾ ഗർഭിണി അവിടെ ഉണ്ട് എന്ന് വേഗം അറിയണം. കാരണം 3 മാസത്തിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ അതിലും അവർക്കൊരു പൈസ വെട്ടി ചുരുങ്ങും. അത് മാത്രമല്ല അവർ പ്രസവത്തിനായി സർക്കാർ ആശുപത്രിയിലല്ല സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിലും ഇവർക്ക് കിട്ടുന്നതിൽ നിന്നും തുക വെട്ടിക്കുറയ്ക്കും. അതുപോലെ ഈ പറഞ്ഞ പോലെ വാർഡ് തല സമിതിയിൽ ഒരു ദിവസം പങ്കെടുത്തിട്ടില്ലെങ്കിൽ 700 രൂപ കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള നീതി നിഷേധങ്ങളുടെ ഒരു തുടർ പരമ്പരയാണ്. നമ്മൾ ഈ കോവിഡ് കാലം തുടങ്ങുന്ന ഘട്ടത്തിൽ കോവിഡിനെ എത്രത്തോളം ഭയത്തോടെയാണ് കണ്ടത്. കോവിഡ് വന്നാൽ മരിക്കും, അല്ലെങ്കിൽ കോവിഡ് രോഗി പോകുന്ന റൂട്ട് മാപ്പ് എടുക്കുകയും എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ ഭയന്നിരുന്നതെന്ന് കണ്ടാണല്ലോ. ആ കാലത്തിലാണ് കോവിഡ് രോഗി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലേക്ക് അവർ ചെന്നെത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് പരിശോധിക്കും. അതല്ല കോവിഡ് രോഗി സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആശാവർക്കറായിരുന്നു. ആ സമയത്തൊക്കെ ആശാവർക്കർമാർ പ്രതികരിക്കുകയും ആശാവർക്കർമാർ ഈ മാസ്ക് ഇട്ട് ഒറ്റ മാസ്കിൻ്റെ ഒരൊറ്റ പ്രതിരോധത്തിലാണ് അവർ റോട്ടിലേക്ക് ഇറങ്ങിയിരുന്നത്. അതും സ്ത്രീകളാണെന്ന് ആലോചിക്കണം. എത്ര ധൈര്യത്തോടെ, പ്രായം നോക്കാതെ. അവർക്ക് ഒരു പ്രായപരിധി നേരത്തെ നിശ്ചയിച്ചിരുന്ന ആർക്ക് വേണമെങ്കിലും ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്യാമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 62 വയസ്സ് എന്ന രൂപത്തിലേക്കൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഇതൊരു സാമൂഹ്യ സേവനം എന്ന തുറന്ന മനസ്സോടുകൂടി സാമൂഹ്യ സേവനത്തിന് അല്ലെങ്കിൽ ആളുകളെ സഹായിക്കുക എന്ന മനസ്സുള്ള സ്ത്രീകളാണ് ഇതിലേക്ക് വരുന്നത്. അവരെയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത്, അവരെയാണ് ആക്ഷേപിക്കുന്നത്, അവരുടെ അന്തസ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ 7,000 രൂപയ്ക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? ഒരു ദിവസം ജീവിക്കാൻ എത്ര പൈസ വേണം എന്നുള്ളത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കും അറിയാം, ഇവിടുത്തെ ധനമന്ത്രിക്കും അറിയാം. കുത്തിയിളക്കിയുള്ള സമരം എന്ന് പറയുന്നത് മനുഷ്യത്വ രഹിതമായ ഒരു പ്രതികരണമായി പോയി. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തരുത്. ഇപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് സർക്കാർ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ഒരു തരത്തിൽ അത് വിശ്വാസത്തിലെടുക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് മന്ത്രിസഭാ തീരുമാനം വരുന്നത്. ഇവിടെ വലിയ രൂപത്തിൽ ഇരട്ടിയിലധികവുമായിട്ട് PSC അംഗങ്ങൾക്കും PSC ചെയർമാനും അതോടൊപ്പം ഈ KV തോമസിൻ്റെ നിയമം എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ദൂതനായി പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് കിട്ടുന്ന കാര്യത്തിൽ ഒരു ദൂതനായി എന്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല? അദ്ദേഹത്തിന് യാത്രാബത്ത കൂട്ടുന്നു, അദ്ദേഹത്തിന് എല്ലാതരം പെൻഷനും MP MLA മന്ത്രി അധ്യാപകൻ എന്നുള്ള എല്ലാ പെൻഷനും കിട്ടാനായി അദ്ദേഹത്തിന് ശമ്പളമല്ല ഓണറേറിയമാണ് കൊടുക്കുന്നത്. ഇനി ഈ PSC അംഗങ്ങളുടെ യോഗ്യത എന്താണ്? PSC അംഗങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം എന്നതിലപ്പുറം ഒരു യോഗ്യതയുമില്ല. അവർക്ക് ഈ ഇരട്ടിയിലധികം തുക കിട്ടുന്നു, അവർക്ക് ചികിത്സ, അവരുടെ ബന്ധുക്കൾക്ക് ചികിത്സ, വാഹനം, എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു. ഇനി പെൻഷൻ കിട്ടുന്നത് 2 വർഷം
PSC അംഗമായി നിന്ന് കഴിഞ്ഞാൽ തന്നെ പെൻഷൻ യോഗ്യതയായി. അപ്പോൾ ഇതെല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കഴിയുന്നു എന്ന് വരുമ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഈ തൊഴിലാളികൾ തെരുവിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക, അത് 13-ാം ദിവസത്തിലേക്ക് എത്തിക്കുക, അവിടേക്ക് പ്രതിപക്ഷം എത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന് പറയുക, ഇതൊന്നും ശരിയായ സമീപനമല്ല. പ്രത്യേകിച്ച് ഒരു CPM-നെ പോലുള്ളൊരു പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഈ സമരം മുന്നോട്ട് പോകുന്നത് തടയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇൻസെൻറ്റീവ് കിട്ടുന്നില്ലെങ്കിൽ ആ ഇൻസെൻറ്റീവ് മേടിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണ് ചെയ്യേണ്ടത്. ഇവിടേക്ക് വരുന്ന ബൾക്കായി വരുന്ന തുക എന്ന് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കേണ്ടേ, അതിൽ നിന്നും ഈ ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ട തുക എന്തുകൊണ്ട് അത് ആദ്യം പ്രയോറിറ്റി ആകുന്നില്ല? അപ്പോൾ ആ പ്രയോറിറ്റി എവിടേക്കാണ് പോകുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് ആകെ ഇപ്പോൾ ആ തുകയുമായി ബന്ധപ്പെട്ടല്ല, സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്തെന്നിപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന തീരുമാനങ്ങളാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്മേൽ ഒരു പ്രതികരണം നടത്താതെ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് മാത്രം അത് കുത്തിയിളക്കിയുള്ള സമരം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നലെ കോഴിക്കോട് നടന്ന സമരം ഭിക്ഷയാഴ്ചകൊണ്ടുള്ള സമരമാണ് അവർ ഇന്നലെ നടത്തിയത്. ഈ സമരത്തിന് ജനപിന്തുണ അത്രയധികമുണ്ട്. കാരണം ഈ ആശാവർക്കർമാർക്ക് ഒരു ദിവസത്തെ ആ പൈസ എന്ന് പറയുന്നത് ഓരോ ദിവസം കിട്ടുന്ന പൈസയാണ്. ആ 7000 രൂപ വേണ്ടെന്ന് വെച്ച് പട്ടിണി കിടന്ന് ഇവർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ നാട് മുഴുവൻ പിന്തുണയേകുന്നുണ്ട്. ഈ സമരക്കാർക്കൊക്കെ വലിയ തുക ഈ വരുന്ന സമരം കാണുന്ന ആളുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നാട് അവർക്കൊപ്പമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആശാവർക്കർ എന്ന് വെച്ചാൽ ആശ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഓരോ വീട്ടിലേക്കും വന്നെത്തുമ്പോൾ ആ വീട്ടുകാർക്കറിയാം. ഈ വൃദ്ധന്മാരെ സംബന്ധിച്ച് അസുഖമായി ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധരെയൊക്കെ അവിടെ പോയി കാണുമ്പോൾ അവരൊക്കെ പല രൂപത്തിലാണ് ചിലപ്പോൾ പെരുമാറുക. ചിലപ്പോൾ ദേഷ്യത്തിൽ പെരുമാറും, വളരെ മോശമായി പെരുമാറും, ചിലപ്പോൾ സ്നേഹത്തെ പെരുമാറും. ഇതൊക്കെ ഇവരുടെ ഓരോ ദിവസത്തെ അനുഭവമാണ്. ഈ അനുഭവങ്ങൾക്ക് ശേഷം തിരിച്ച് ആശുപത്രിയിൽ പോയി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എഴുതി റിപ്പോർട്ട് കൊടുത്തിട്ടേ അവർക്ക് മടങ്ങാൻ പറ്റൂ. അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് വരുന്ന ഒരു ജോലിയല്ല. രാവിലെ 7 മണിക്ക് ഇറങ്ങുന്നവരാണ്. അതിനുശേഷം ഒരു ഷിഫ്റ്റോ ഇത്ര മണിക്കൂർ ജോലിയല്ല ഇവരുടെ ജോലി. അപ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുക. ആശാവർക്കർമാരെ വാനോളം പുകഴ്ത്തിയിട്ട് കാര്യമില്ല. കോവിഡ് കാലത്ത് അവരെ പുകഴ്ത്തിക്കൊണ്ട് കാര്യമില്ല. അവരുടെ സേവനം, ആ സേവനത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മാന്യമായ ജീവിക്കാൻ ആവശ്യമായ 21,000 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നെങ്കിൽ അത് കൊടുക്കേണ്ടതുണ്ട്. ഈ പറയുന്ന വിരമിക്കൽ ആനുകൂല്യം എന്നുള്ള 5 ലക്ഷം നൽകേണ്ടതുണ്ട്. അതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി. ഇതിനകത്തൊരു കാര്യം പറയും, തൊഴിലെടുപ്പ് ആളുകളാണല്ലോ ഇവർ. അത് ക്ഷേമ പെൻഷൻ പോലെ അതൊരു ഔദാര്യമോ സൗജന്യമോ അല്ല. തൊഴിലെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തൊഴിലിന്റെ കൂലി കൊടുക്കണ്ടേ? അത് നിശ്ചയമായും കൊടുക്കണ്ടേ? ഈ പറയുന്ന 10,000 രൂപ 26,000 പേർക്കൊരു വലിയ തുകയാണോ? എങ്ങനെയാണ് അത് കുടിശ്ശികയാവുക? മറ്റെവിടെയും സർക്കാർ ജീവനക്കാരുടെ പൈസ കുടിശ്ശികയാവുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉള്ള ഒരു വിഭാഗത്തിന്റെയും പൈസ കുടിശ്ശികയാവുന്നു. ഈ ആശാവർക്കർമാരുടെ പൈസ എങ്ങനെയാണ് കുടിശ്ശികയാവുക? എത്ര ചുരുങ്ങിയ പൈസയാ കൊടുക്കാനുള്ളത്? ആലോചന വരുന്നതാണ്, അതാണ് പ്രശ്നം. അപ്പം അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയുന്ന കണക്ക് പ്രയോറിറ്റിയാണ് പ്രശ്നം. ഈ 26,500 പേരില്ലേ, ഇവർ 14 ജില്ലകളിൽ നിന്നുള്ളവരാണ്. 14 ജില്ലകളിൽ നിന്നുള്ളവരാണ്. അവരൊരു വോട്ട് ബാങ്കാണോ? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ആരെങ്കിലും ജയിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു വോട്ട് ബാങ്കാണ്? അല്ലല്ലോ. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് കുത്തിത്തിരിപ്പാണെന്ന് പറയുന്നതിനപ്പുറം അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണോ അല്ലയോ എന്നല്ലേ അന്വേഷിക്കേണ്ടത്? അതിനോടല്ലേ പ്രതികരിക്കേണ്ടത്? അതെ, തീർച്ചയായും. CATU ദേശവ്യാപകമായ വിഷയത്തിൽ ഒരു സമരം നടത്തുമ്പോൾ ഇവിടെ സമരം നടത്തുന്നവർക്ക് പിന്തുണയുമായി എത്തുന്ന അല്ലെങ്കിൽ സമരം ചെയ്യാൻ മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവരെ തടയുന്നു CATU പ്രവർത്തകർ എന്നാണ് ഇവർ ഇപ്പോൾ പരാതിപ്പെടുന്നത്. ഭീഷണിയുമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ CATU ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേശവ്യാപകമായി തന്നെ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് CPM ഭരിക്കുന്ന സർക്കാരാകുമ്പോൾ അവിടെ വേണ്ട എന്നതാണോ നിങ്ങൾ എടുക്കുന്ന നിലപാട് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണിത്. ജനം ചോദിക്കും, ജനം കാണുന്നുണ്ട്. ഒരു വശത്ത് കൂട്ടിക്കൊടുത്തതും ഇപ്പുറത്ത് കിട്ടാതെ ജീവിക്കാൻ വേണ്ടി അന്തസ്സുള്ള ശമ്പളത്തിന് വേണ്ടി നടത്തുന്ന സമരവും ജനം കാണുന്നുണ്ട്. ഇത് നീതി നിഷേധമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിപ്പോൾ 13-ാം ദിവസമായിരിക്കുന്നു. ഇനിയും ഈ സമരം നീട്ടിക്കൊണ്ടുപോകാതെ വളരെ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കുകയാണ് സർക്കാരിന് നല്ലത്. ഒരു വശത്ത് വലിയ അഭിമാനമായി ഇവിടെ സമ്മിറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ നയം മാറുന്ന ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം നിക്ഷേപകർ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ ഈ അടിസ്ഥാന വർഗത്തെ കൂടി പരിഗണിച്ചാൽ മാത്രമേ അതുകൂടി അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം സർക്കാർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. Meet the editors.